വാർത്ത പറയുമ്പോൾ ഇതൊരു സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമുക്കൊക്കെയും അറിയാവുന്നതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടപ്പെട്ട വിനോദിനി എന്ന കൊച്ചുമകൾ. അപ്പം ആ കുഞ്ഞ് അവൾ ഇന്ന് കൃത്രിമ കൈയൊക്കെ ആയി, പ്രതിപക്ഷ നേതാവ് നൽകിയ കൃത്രിമ കൈ, അപ്പം അത് ധരിച്ച് അത് വച്ച് കുഞ്ഞ് തിരികെ സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 5 മാസങ്ങൾക്ക് ശേഷമാണ് 4ാം ക്ലാസ്സുകാരി സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ നമ്മുടെ സച്ചിൻ ഉണ്ട്, കുട്ടിക്കൊപ്പം തന്നെ സച്ചിൻ ചേരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. സച്ചിൻ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഇമോഷനാണ്. നമുക്കിതിപ്പോൾ എന്താ പറയേണ്ടെന്നൊരു കാര്യം അറിയില്ല. 5 മാസങ്ങൾക്ക് മുൻപ് വിനോദിനി ഇങ്ങനെയായിരുന്നില്ല. വിനോദിനിയുടെയോ കുടുംബത്തിൻ്റെയോ ഒന്നും പ്രശ്നം കൊണ്ടല്ലാതെ ആരുടെയൊക്കെയോ പിഴവ് കാരണം ആ കുട്ടിയുടെ ഒരു കൈ നഷ്ടപ്പെട്ടു. പക്ഷേ അവൾ സന്തോഷവതിയാണോ? ഇപ്പോൾ സ്കൂളിലേക്ക് 5 മാസത്തിന് ശേഷം തിരിച്ചെത്തുകയാണ്. സേതു, തീർച്ചയായും. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് വിനോദിനി വീട്ടിൽ നിന്നും വീണ് പരിക്കേൽക്കുന്നത്. തുടർന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിനോദിനിയെ പ്രവേശിപ്പിക്കുന്നത്. 5.5 മാസത്തോളം ചികിത്സയ്ക്ക് ശേഷമാണ് വിനോദിനി അല്പസമയത്തിനുള്ളിൽ തന്നെ സ്കൂളിലേക്ക് പുറപ്പെടും. ബാഗുകളും അതേപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം എടുത്തുകൊണ്ട് വിനോദിനിയുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ അമ്മയും വിനോദിനിയെല്ലാം സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിനോദിനിയുടെ പല്ലശ്ശനിയുടെ വീട്ടിൽ നിന്നും വിനോദിനി സ്കൂളിലേക്ക് പുറപ്പെടും. നിലവിൽ വിനോദിനി അത്തരത്തിൽ, അതായത് പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് പോകുന്നത്. വിനോദിനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിനോദിനി, പരീക്ഷയ്ക്കെല്ലാം പഠിച്ചോ? ഏതാ ഇന്ന് എക്സാം? മലയാളം. ഉഷാറല്ലേ? ഓ, പരീക്ഷ എഴുതും, നല്ലോണം എഴുതണം. ഓക്കെ. എങ്ങനെയുണ്ട്? പുതിയ കൈയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷം തോന്നുന്നു. ഇന്നിപ്പം കൂട്ടുകാരൊക്കെ കാണാൻ വേണ്ടി സാധിക്കില്ലേ? ചില സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സന്തോഷത്തോടെ തന്നെയാണല്ലേ? ഈ കുറ്റക്കാർക്കെതിരെ നടപടി മാത്രമാണ്. വിനോദിനിയുടെ അമ്മയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം പറയാൻ നമുക്ക് ഇവളുടെ കൈ കളഞ്ഞത് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നല്ല. അവിടെ നിന്ന് നമുക്ക് നഷ്ടപരിഹാരം നമുക്കിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ. അത് മറ്റേ ദുരിതാശ്വാസത്തിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെ, അന്വേഷണം പറഞ്ഞാൽ ചെറിയൊരു കേസായിട്ടിരിക്കുന്നത്. ഒരു 3 മാസം ശിക്ഷയും 16,000 രൂപ പിഴയും ഇട്ടിരിക്കുന്നു. വലിയൊരു കേസൊന്നും ഇട്ടിട്ടില്ല, ഒരു ചെറിയൊരു കേസായിട്ടിരിക്കുന്നു. കാരണം എന്താ പറയുക, എൻ്റെ മുകളിൽ കയ്യിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരു ചെറിയൊരു കേസ് ഇട്ടിട്ടുള്ളൂ ഇതുവരെയും. ഉന്നത സംഘം വന്ന് അന്വേഷണം നടത്തിയിരുന്നില്ല. നടത്തിയിട്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. 2 മാസമായി അവർ നടത്തിയിട്ട് പോയിട്ട്. പക്ഷെ ഇതുവരെ നമുക്ക് ആനുകൂല്യമായിട്ട് ഒന്നും കിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് ആനുകൂല്യമായിട്ട് കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ, അവരെല്ലാവരും ഒന്നാണ്, ഗവൺമെൻറ് എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു നടപടി എന്തായാലും കിട്ടില്ല. ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. അതെ, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. നമുക്ക് വാഗ്ദാനം തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പോയത് നമ്മുടെ മോളുടെ കയ്യല്ലേ പോയിരിക്കുന്നു. നമ്മൾക്ക് ഒരു നഷ്ടം കിട്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇതിന്നും നമുക്കൊരു കിട്ടില്ല, നീതി നമുക്ക് കിട്ടില്ല, ആർക്കും കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ എത്ര ചികിത്സാ പിഴവുകളുണ്ടായിരുന്നു, അവർക്കൊന്നും കിട്ടിയില്ല. ഇതിന് മുൻപുള്ളവർക്കും കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും സഹായം വേണമെന്ന് നിങ്ങൾ? അതെ, ഞങ്ങൾക്ക് സഹായം വേണം, എന്തായാലും വേണമല്ലോ. അവള് ചെറിയൊരു കുട്ടിയല്ലോ, 9 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി അവൾക്ക് മുന്നോട്ടേക്ക് പോകണമല്ലോ. അപ്പം എന്തായാലും വിദ്യാഭ്യാസത്തിന്റെ സഹായം കൂടി ഒരുക്കണം എന്നുള്ളതാണ്. അതെ, തുടർന്ന് എല്ലാത്തിനും എല്ലാം ഞങ്ങൾക്ക് വേണം. എൻ്റെ മോൾക്ക് എന്തൊക്കെ കിട്ടണം അതെല്ലാം വേണം എന്തായാലും. തുടരും. കാരണം എൻ്റെ മോൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടണം. അത് ഗവൺമെന്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടണം. എന്താണെന്ന് ആഗ്രഹം? സർക്കാരുമായിട്ട് ഇനിയും ബന്ധപ്പെടും. അതെ, ഞങ്ങൾ സർക്കാരുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിലവിലിപ്പോ വീടിന്റെ ജോലികളൊക്കെ പണി ആരംഭിച്ചോ? വീടിന്റെ പണി ഈ മാസം തുടരും. നന്നായി പഠിക്കണം. പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലാണ് സഹായം. അതെ, പ്രതിപക്ഷ നേതാവ് വന്നു, ഞങ്ങൾക്ക് കൈ പറഞ്ഞു തന്നു. ഇപ്പോൾ വീടിന്റെ കാര്യം, സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു, സ്ഥലം തന്നു. പിന്നെ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ പറഞ്ഞിട്ട് അവരൊരു ട്രസ്റ്റ് ആണ്, അവർ ഞങ്ങൾക്ക് ഇപ്പോൾ വീട് വെച്ച് തരാൻ പറഞ്ഞു. ഇനി ഈ മാസം തൊട്ട് പണി തുടങ്ങും, കുറ്റിയടി എല്ലാം തുടങ്ങും. അവർ തന്നെ എല്ലാം ചെയ്തു തരും. മകളിപ്പോ ഇനി പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ്? അത് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ടീച്ചർമാർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്.
സേതു, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. എന്നാൽ പോലും വീടുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയും സഹായം ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണ് എന്ന് തന്നെയാണ് വിനോദിനിയുടെ അമ്മയും വ്യക്തമാക്കുന്നത്. സേതു. ഓക്കെ സച്ചിൻ, ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടി 5.5 മാസത്തെ ചികിത്സയ്ക്കൊക്കെ ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോകാൻ അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അമ്മ